ഉന്നതനേശു ക്രിസ്തുവിൻ നാമം ഉയർത്തിടാം. ഉന്നതനേശു ക്രിസ്തുവിൻ നാമം ഉയർത്തിടാം. ഉണർന്നിടാം, ബലം ധരിച്ചിടാം, ഉയർത്തിൻ രാജൻ എഴുന്നള്ളാം. ഉണർന്നിടാം, ബലം ധരിച്ചിടാം, ഉയർത്തിൻ രാജൻ എഴുന്നള്ളാം. ദൈവകൃപകൾ പെരുകിടട്ടെ ദൈവമഹിമയ്ക്കായി. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുക. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുക. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. AD 81 മുതൽ 96 വരെ റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി ആരാധന നടപ്പിൽ വരുത്തിയവരിൽ പ്രമുഖനായിരുന്നു. നമ്മുടെ കർത്താവും ദൈവവും എന്ന് രാജാവിനെ അഭിസംബോധന ചെയ്യുകയും രാജാവിൻ്റെ പ്രതിമയുടെയോ ചിത്രത്തിൻ്റെയോ മുൻപിൽ ധൂപം അർപ്പിച്ച് രാജാവിനെ ആരാധിക്കുകയും ചെയ്യണമെന്നുള്ള കൽപ്പന നൽകിയിരുന്നു. എങ്കിലും ക്രിസ്തു വിശ്വാസികൾ കൽപ്പന സ്വീകരിച്ചില്ല. അതുകൊണ്ട് AD 93 ക്രിസ്തു വിശ്വാസികളുടെ മേൽ കഠിനമായ പീഡനം നടത്തുകയും യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പത്മോസ് ലേഖനായിരുന്ന യോഹന്നാൻ തൻ്റെ സഭയെ ബലപ്പെടുത്തുന്നതിനായി തനിക്ക് ലഭിച്ച ദർശനങ്ങൾ നൽകുമ്പോൾ കർത്താവിന് നൽകിയ വിശേഷണമാണ് വെളിപ്പാട് 1:5. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തു എന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1. വിശ്വസ്ത സാക്ഷി. ദൈവം ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും എന്ന തിരുവചനം പറയുന്നു. അതായത് വർത്തമാനകാലവും ഭൂതകാലവും ഭാവികാലവും എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആണ് എന്ന് സാരം. ഈ ദൈവം വിശ്വസ്തനും സർവശക്തനും എന്ന ക്രിസ്തു സാക്ഷിക്കുന്നത്. തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് യോഹന്നാൻ 18:37 പറയുന്നത്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന. സത്യത്തിനു വേണ്ടി മരിച്ചവനാ നമ്മുടെ കർത്താവ്. അവനെ അനുഗമിക്കുന്ന നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്. ആവശ്യമെങ്കിൽ മരണത്തിൽ കൂടിയും സാക്ഷ്യം നിർവഹിക്കുന്നതിന് ഒരുക്കമുള്ളവരായിരിക്കണം. സത്യത്തിനു വേണ്ടി ജീവൻ നൽകിയ കർത്താവിന് വേണ്ടി ജീവൻ നൽകുവാൻ നമുക്കും ഒരുങ്ങാം. 2. മരിച്ചവരിൽ ആദ്യജാതൻ. ക്രൂശിൽ മരിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവ് മരണശേഷം ജീവൻ പ്രാപിച്ച ആദ്യജാതനാണ്. പൗലോസ് പറയുന്നത്, ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു. ആദ്യജാതന്മാർക്ക് ചില പ്രത്യേക പദവികൾ യഹൂദന്മാർ നൽകിയിരുന്നു. കർത്താവിനെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ദൈവം മുൻപാകെ പദവിയും അവകാശവും ലഭിച്ചവൻ എന്ന അർത്ഥം. പീഡനത്തിനിരയാകുന്ന വിശ്വാസികൾ മരിച്ച് മൺമറഞ്ഞ നേതാവിനെ അല്ല, പിന്നെയോ ജീവിച്ചിരിക്കുന്നവനും പിതാവിൽ നിന്ന് പ്രത്യേക പദവികൾ ഉള്ളവനുമായ രക്ഷകനെയാണ് അനുഗമിക്കുന്നത്. അതെ, ഞാനും നീയും അനുഗമിക്കുന്ന കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവനാണ്. നമ്മുടെ കർത്താവ് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റതിനാൽ അവനിൽ വിശ്വസിക്കുന്ന നാമും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഗമിക്കും എന്ന നിശ്ചയത്തോടെയും പ്രത്യാശയോടെയും നമ്മുടെ നാളുകളെ നമുക്ക് നയിക്കാം. 3. ഭൂരാജാക്കന്മാർക്ക് അധിപതി. സങ്കീർത്തനം 89:27 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കുമെന്നാണ്. യഹൂദന്മാർ ഈ വാക്യം മശിഹയുടെ ചിത്രീകരണവുമായി ബന്ധിപ്പിച്ചിരുന്നു. തൻ്റെ മരണം മൂലം പാപത്തിന്മേലും മരണത്തിന്മേലും വിജയം പ്രാപിച്ച കർത്താവ് സർവ്വലോകത്തിൻ്റെയും അധിപതിയായി വരും എന്ന സൂചനയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും
എങ്കിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32 ക്രൂശ് മരണം മൂലം ആണ് കർത്താവിന് ആധിപത്യവും പ്രതാപവും ലഭിച്ചത്. ഓരോ വിശ്വാസിയും ക്രൂശ് വഹിക്കുന്നതിലൂടെ മാത്രമേ മഹത്വം പ്രാപിക്കൂ. ക്രൂശിൻ്റെ വാഹകരായി നമുക്കും മഹത്വം പ്രാപിക്കാം. അവനെ അനുഗമിക്കുന്നവരുടെ സകല പാപവും അവൻ പോകുന്നു. തൻ്റെ ജീവൻ നൽകി പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട വിശ്വാസികള നാം. അവൻ്റെ വീണ്ടെടുപ്പ് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ആണ്. റോമർ 8:32 പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനാ. അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി പുത്രനെ നൽകിയ ദൈവം നമ്മുടെ സകല പാപത്തെ മോചിക്കുന്നു. അതായത് പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, നമ്മെ ചേർപ്പാനായി അവൻ മേഘാരൂഢനായി വരുന്നു. 1:9 അവൻ നമ്മെ ചേർപ്പാനായി വരും എന്നത് നമ്മുടെ പ്രത്യാശയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ പ്രത്യാശ നൽകിയിരുന്നു. മഹാപുരോഹിതനായ കയ്യഫാവോട് പറയുന്നത്, ഈ മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന മത്തായി 26:64. അതേ വിശ്വസ്ത സാക്ഷിയും പുരാജക്കന്മാർക്ക് അധിപതിയും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവനുമാണ് നമ്മളുടെ കർത്താവ്. മേഘാരൂഢനായി അവൻ വരും. ഈ പ്രത്യാശയിൽ അവനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവെ, ക്രൂശുവാഹകരായിരിക്കാനും മഹത്വത്തിൽ നിന്നോടൊപ്പം ആയിത്തീരുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. നീതിമാന്റെ നിലവിളി കേട്ടു വിടുവിച്ചിടും തൻ കരത്താൽ. നീതിമാന്റെ നിലവിളി കേട്ടു വിടുവിച്ചിടും തൻ കരത്താൽ. അവങ്കലേക്കു നോക്കിടും മുഖങ്ങൾ അവനിലെന്നും മോദിച്ചിടും. അവങ്കലേക്കു നോക്കിടും മുഖങ്ങൾ അവനിലെന്നും മോദിച്ചിടും. ദൈവകൃപകൾ പെരുകിടട്ടെ ദൈവമഹിമയ്ക്കായി. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുക.